ഹലോ! എല്ലാവർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്താ പിന്നെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ, വീട്ടിലെ ഞങ്ങളുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ രാത്രി പണികളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എന്തായാലും ഏട്ടൻ കുറേ ദിവസമായിട്ട് നേന്ത്രക്കായ കൊടുന്ന് വെച്ചിട്ട് അപ്പോൾ അത് വറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി, ഇനിയിപ്പോൾ അത് അവിടെ വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് രാത്രി ആകുമ്പോൾ ഞാനത് വറക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടിട്ട് അതിലൊരു 2 മിനിറ്റ് ഇട്ട് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഒരു ഗ്ലാസ്സിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അവിടെ കലക്കി വെച്ചു. പിന്നെ ഇത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് മൊരിഞ്ഞ് പാകമാവണ സമയത്ത് അതിലേക്ക് ഈ വെള്ളം ഓരോ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ കായ വറുത്തത് കാണാനായിട്ട്. അപ്പോൾ അതേ വറുത്ത് എടുത്ത് വയ്ക്കുമ്പോഴേക്കും മക്കൾ വന്നിട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും മക്കളും ഒക്കെ കൂടിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കണമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പിന്നെ കിട്ടിയിട്ട് എന്തായാലും മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്, വെളിച്ചെണ്ണയിലും അല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ അവരത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി, അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് വറുക്കാനായിട്ട് നിന്നു. ഇത് കുറേശ്ശെയല്ലേ അങ്ങനെ വറുത്തെടുക്കണത്, അതുകൊണ്ട് തന്നെ ഇത്തിരി അധികം നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ വലിയ ഉരുളിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളതില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മുഴുവനും വറുത്തെടുത്തു കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ഇട്ടിട്ട് ഇതേപോലെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ കേട്ടോ. അപ്പം എന്തായാലും പുട്ട് കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് ഇന്ന് എന്തായാലും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടും പപ്പടമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ന് അച്ചുമോൾക്ക് ട്യൂഷൻ ഇല്ല, നാളെ സ്കൂൾ തുറക്കല്ല, അപ്പം ഇന്ന് എന്തായാലും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചായയും കടിയൊക്കെ ഒരു തിക്കും തിരക്കിലൊന്നും ഇല്ല കേട്ടോ. ഏട്ടൻ പോകുമ്പോഴേക്കും പിന്നെ ആയാൽ മതി, ഇത്തിരി സാവകാശമുണ്ട്. അപ്പോൾ ചോറും ആവണം ഒക്കെ ആവണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മൾ കായ വറുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ തോല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പയറും കൂടിയിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഉപ്പേരി ആവില്ല അത്. എനിക്കും അതെ കേട്ടോ, ഇവിടെ ഏട്ടനും അതെ, ഒക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നാളെ മുതൽ ഈ വക പരിപാടികളും കളിയൊന്നും നടക്കില്ല. നാളെ സ്കൂൾ തുറക്കുകയില്ലേ, നേരത്തെ എണീച്ചിട്ട് പണികളൊക്കെ കഴിക്കണം. ചാച്ചിക്കുട്ടി നാളെ മുതൽ സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ ചാച്ചിക്കുട്ടിക്ക് ബാഗും വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നാളെ സ്കൂളിൽ ചെന്നാൽ അവിടെ നിന്ന് പിന്നെ യൂണിഫോമും ബുക്കൊക്കെ തരാമെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാളെ മക്കളതിനൊക്കെ പേരൻസ് കൊണ്ടുവന്നാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവരുടെ കൂടെ തന്നെ ഇങ്ങോട്ട് വിടുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നാളെ ചാച്ചിക്കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോയാക്കണം. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, എല്ലാ കുട്ടികൾക്കും. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്, മുടിയൊക്കെ നെറുവിലൊക്കെ കെട്ടി വെച്ചിട്ടാണ് ഇപ്പം എന്തായാലും നമ്മുടെ വീഡിയോയിൽ വന്നെടുക്കുന്നത്. ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കുളിച്ചിട്ട് നേരെ തലയൊക്കെ തോർത്തിട്ട് നേരെ നെറുവിലേക്ക് കെട്ടി വെച്ചതാണ്. പിന്നെ അത് നോക്കിയിട്ടൊന്നുമില്ല. നമ്മുടെ വീഡിയോയിൽ ഞാനിങ്ങനെ തന്നെയാണ്, പക്ഷേ ഇത്രയും ഇത് ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു, ഇനിയിപ്പോൾ എന്തായാലും കളയണില്ല, അതങ്ങനെ തന്നെ കിടക്കട്ടെ അല്ലേ. അങ്ങനെ ഇതേ ഞാൻ പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 കുറ്റിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് മതിയാവും. അപ്പം ഞാനൊരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീംഡ് പുട്ടുപൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ അജ്മീറിൻ്റെ. അപ്പോൾ അത് ഒരു ചെറിയ 1.5 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ ഞങ്ങൾക്കൊരു 3.5 കുറ്റി ഒക്കെ പുട്ട് ഉണ്ടാവാറുണ്ട്, അത് മതിയാവും കേട്ടോ. അതും പിന്നെ പപ്പടം കാച്ചിയ, പിന്നെ അത് പയർ ഞാൻ വേവിച്ചിട്ട് ഇറക്കി വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോറിന് അരി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നാളികേരം അതിൻ്റെ ഇടയ്ക്ക് ചിരകണുണ്ട്. പിന്നെ നമ്മുടെ കായത്തോല അരിയുന്നുണ്ട്. ഓരോ ഗ്യാപ്പിനനുസരിച്ചിട്ട് ഓരോരോ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ.
അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ അല്ലറ ചില്ലറൊക്കെ ആകുമ്പോൾ അതും കഴുകുന്നുണ്ട്. മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുട്ടൊക്കെ കുത്തി പിന്നെ കുക്കർ ഇറക്കി വെച്ചിട്ട് ചോറ് കയറ്റി വെച്ചു. പിന്നെ ഇതേ വന്നിട്ട് കായത്തോല് അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളി തോല് കളയുന്നുണ്ട്, ഉപ്പേരിയിലേക്കുള്ളത്. അങ്ങനെ ഓരോരോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കായത്തോലൊക്കെ അരിയൽ കഴിഞ്ഞപ്പോൾ അത് കഴുകിയിട്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ വിസിൽ എയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ കഴുകിയിട്ട് പിന്നെ വെള്ളത്തിൽ തന്നെ അങ്ങനെ ഇട്ട് വെച്ചു. പിന്നെ അതേ ഞാൻ നോക്കുമ്പോഴേക്കും അതിൽ എയർ ഇത്തിരി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ കൊണ്ട് അതേപോലെ ആക്കിയിട്ട് അപ്പോൾ ഇത്തിരി വെള്ളം അധികമാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് കളഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള പയറിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഈ കായത്തോല് ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്യാമല്ലോ, അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. പിന്നെ പയർ വെന്തതല്ലേ, അപ്പോൾ പിന്നെ വെള്ളം അധികം വേണ്ട. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കായത്തോല് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ വീണ്ടും കയറ്റി വെച്ചിട്ട് അപ്പോഴേക്കും നാളികേരം ഒരിക്കൽ ചിരകിയതാണ് കേട്ടോ. പിന്നെ അതങ്ങനെ പകുതിയാക്കി വെച്ചിട്ട് പുട്ടിലേക്ക് അങ്ങനെ ആവുമ്പോൾ എടുക്കുകയാണ്. പിന്നെ അത് കറിയിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും സാവകാശം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ. പിന്നെ അത് ചിരമുട്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും അതെടുത്തിട്ട് പിന്നെയും ചിരകേണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ രാവിലത്തെ എല്ലാവരും ഒരു തിക്കും തിരക്കൊക്കെ. ഇനിയിപ്പോൾ നാളെ തൊട്ടിട്ട് ഇതിലും തിക്കും തിരക്കാക്കേണ്ടി വരും. അപ്പോൾ ഇത്തിരി അധികം നേരത്തെ എണീച്ചിട്ട് ഒക്കെ സാവകാശം പണികളൊക്കെ ചെയ്യണം. നമുക്ക് പിന്നെ വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ അതേ പുട്ട് ലാസ്റ്റത്തെ കുറ്റിയും കൂടി ആയിട്ട് അപ്പോൾ താഴത്ത് ഗ്യാസ് അടുപ്പുമ്മലൊക്കെ പോയതൊക്കെ ഒന്ന് തുടച്ചിട്ടതാണ് കേട്ടോ അതിൻ്റെ ഒപ്പം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറക്കി വെച്ചു. ഇനി പാല് അടുപ്പത്ത് വെക്കണം, ചായ വെക്കണം. അപ്പോൾ പിന്നെ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഞാൻ ഏറും കായത്തോലും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കയറ്റി വെച്ചു വിട്ടു. അപ്പോൾ നമ്മൾ ഗ്യാസുമ്മലാകുമ്പോൾ ഓരോന്നോരോന്ന് ഒഴിയുമ്പോഴേക്കും ഓരോന്നോരോന്ന് അടുപ്പിച്ച് പെട്ടെന്ന് ഇതാന്ന് പറയുമ്പോഴേക്കും പണികളൊക്കെ കഴിയും. അപ്പോൾ ഞാൻ പുട്ടിലേക്കുള്ള പപ്പടം കാച്ചാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നാൾ മേടിച്ചു കൊടുന്നതിലത്തെ കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് പപ്പടം, എന്നാൽ അതും കൂടി വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കും കൂടിയിട്ടുള്ളത് വറുത്തു കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ പുട്ടും അതിൻ്റെ ഇടയ്ക്ക് കുത്തുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഇന്നലെ നമ്മൾ കായ വറുത്തെടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെയാണ് ഇതും വറുത്തെടുക്കണത്. അപ്പോൾ ഒരു മഞ്ഞ കളറുണ്ട്, നമ്മൾ ഇന്നലെ മഞ്ഞൾപ്പൊടി ഇട്ടതല്ല അതിലേക്ക്, അപ്പോൾ ഇത്തിരി മഞ്ഞൾ കളറുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ പപ്പടം കൂടി കാച്ചിയെടുക്കട്ടെ. അങ്ങനെ പപ്പടം കാച്ചലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. അപ്പുറത്ത് പാലും തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏട്ടൻ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അച്ചുമോൾക്ക് യൂണിഫോമൊക്കെ ടോപ്പ് തയ്ച്ചു. ഇനി പാൻറ്റ് തയ്ച്ചിട്ടില്ല. പക്ഷേ ടോപ്പിന് ഉള്ള തുണി മേടിക്കാൻ ചെന്നപ്പോഴേക്കും ഇവിടുത്തെ അവരുടെ സ്കൂളിലെ തുണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത്തിരി സാമ്യമുള്ള തുണി നോക്കിയിട്ട് മേടിച്ചു കൊടുന്നതാണ്. പക്ഷേ അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല. തുണിയാണെങ്കിലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പോലത്തെ യൂണിഫോം ഇപ്പോൾ തൽക്കാലം ഞാൻ കഴുകിയിട്ട് ഉജാലൊക്കെ കൂട്ടി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവൾക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പാൻറ്റ് തയ്ക്കണം, പിന്നെ തുണികളൊക്കെ കഴുകണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം. പിന്നെ നാളേക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇല്ലേ, അപ്പം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം അവർക്ക്. പുതിയത് തയ്ക്കുക എന്നുള്ളതിലായിരുന്നു. അപ്പോൾ കിച്ചുവിനും അച്ചുവിനും പാൻറ്റ് മാത്രമേ പുതിയത് ഇടാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഷർട്ടും പാൻറ്റും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ പോലെ തന്നെ ഇടേണ്ടി വരും. ഇപ്പം എന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഏട്ടന് ചായ കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഉപ്പേരിക്കുള്ള ഉള്ളി
വറുക്കുകയാണ്. അപ്പോൾ അത് ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നു, വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വെന്ത് മാറ്റി വെച്ചിട്ടുള്ള പയറും കായത്തോലും ഇല്ല അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ അറിയട്ടെ. എന്തായാലും നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ പറയാമെന്ന് മാത്രമുള്ളൂ, നമ്മൾ കാണിക്കുമ്പോൾ അതൊന്ന് പറയാമെന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അയില കറി വെക്കണം, പിന്നെ വറുക്കണം എന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ചിലപ്പോഴേ വറക്കുള്ളൂ, അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കാണ് വറക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും ഇനിയിപ്പോൾ മക്കൾക്ക് വേണമെന്ന് പറയുകയെന്ന് വെച്ചെങ്കിൽ അവർക്ക് വറുത്ത് കൊടുക്കണം. എന്തായാലും കായൊക്കെ പുരട്ടി വെച്ചാൽ നാളെ എടുക്കാമല്ലോ. അപ്പോൾ ഇത്തിരി അധികം തന്നെ ഞാൻ മീൻ കായം പുരട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ ഇന്ന് ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഉപ്പേരിയൊക്കെ ആയ സമയത്ത് ഞാൻ ഏട്ടനുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ കൊണ്ടുപോകാനുള്ളത്. പിന്നെ ചോറും അപ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും വാർത്ത് വെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോറും പാത്രത്തിലേക്ക് ആക്കിയിട്ടോ. പിന്നെ ഇത്തിരി അച്ചാറും പിന്നെ നമ്മുടെ പപ്പടവും ഒക്കെ ആയിട്ട് ഏട്ടന് എടുത്തു വെച്ചു. പിന്നെ വെള്ളം കുപ്പിയിൽ നിറച്ച് അങ്ങനെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾ ചാച്ചിക്കുട്ടി എണീച്ച് വന്നു. അപ്പോഴേക്കും പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ എണീച്ച് വന്നപ്പോൾ തന്നെ ഇന്നലത്തെ കായ വറുത്തതാണ് കേട്ടോ ചോദിക്കുന്നത്. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും. അങ്ങനെ അതേ നമ്മുടെ മീനിലത്തെ ഐസൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മീൻ നന്നാക്കാനും പിന്നെ അലക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അലക്കാൻ കുറേ അധികം ഉണ്ടായിരുന്നു, ഒക്കെ മെഷീനിൽ ഇട്ടില്ലെന്ന് ഒക്കെ അലക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ ആട്ടിയ ഡ്രസ്സൊക്കെ ഉണ്ട്, പിന്നെ മക്കളുടെ കഴിഞ്ഞ പോലത്തെ യൂണിഫോം അതൊക്കെ ഒന്ന് നല്ലതുപോലെ കഴുകിയിട്ട് ഉജാലയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഇട്ടു. അപ്പോൾ അതൊക്കെ ചെന്ന് നോക്കുമ്പോഴേക്കും അലക്കുകല്ലിൻ്റെ അവിടെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഡിറ്റ് ചെയ്ത് വെച്ച ചായ പരിപാടിയുടെ അതുവരെ ഉള്ളത് ഞാൻ വേഗം എഡിറ്റ് ചെയ്യാനായിട്ട് നിന്നിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നു. ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞപ്പോൾ ഒന്നും ഇരിക്കൂല, ആ സമയത്ത് ഞാൻ എന്തായാലും അത് എഡിറ്റ് ചെയ്യാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് വന്നിട്ട് അലക്കുകല്ലിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വെയിലൊക്കെ കൊണ്ടിട്ട് അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ മീൻ നന്നാക്കലും കഴിഞ്ഞു. അപ്പോൾ അതേ കറി വെക്കാനുള്ള പരിപാടിയാണ്. പുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്നും പറയണ പോലെ തന്നെയാണ്. ഇത്തിരി കറിവേപ്പിലയും പച്ചമുളകും തക്കാളി കരിഞ്ഞിട്ടു, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അയിലയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലഭാഗവും പിന്നെ തലഭാഗമാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്, അതൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കുകയാണ്. പിന്നെ വാലിൻ്റെ ഭാഗവും നടു കഷ്ണമൊക്കെ ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, വരഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇത് അടുപ്പത്ത് വെക്കട്ടെ, എന്നിട്ട് നമ്മുടെ മീൻ വറുക്കാനുള്ളതിലേക്ക് കായം പുരട്ടി വയ്ക്കാം. അപ്പോൾ അത് ഞാൻ വെണ്ണീറൊക്കെ വാരിയെടുത്തിട്ട് തീയൊക്കെ പിടിപ്പിച്ചിട്ട് കറി വെച്ച് കൊടുത്തു കേട്ടോ. തീയൊക്കെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടുപ്പ് നല്ല സംഭവം തന്നെയാണ്. പക്ഷേ എനിക്ക് മറ്റേ അടുപ്പിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ പിടുത്തമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കത്തണതും കത്തിക്കണതൊന്നും ഒന്നുമില്ല അല്ലേ, അത് തീരെ പുകയൊന്നുമില്ല കേട്ടോ, തീരെ പുകയുന്നില്ല. ഇതിപ്പോൾ കടലാസ് ഞാൻ ഇന്നലെ പിന്നെ കായ വറുത്തത് ഇട്ട് വെച്ചത് ന്യൂസ് പേപ്പറിലേക്കാണ് കേട്ടോ. വട്ടോർത്തിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതാണ് ഞാൻ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തത്. അങ്ങനെ അതേ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ കത്തുവിട്ട് അങ്ങനെ പുകഞ്ഞ് നിൽക്കുക, അതൊന്നുമില്ല, ഇത്തിരി പുക പോലും അങ്ങനെ വരുന്നൊന്നുമില്ല. അടുപ്പൊക്കെ നല്ല അടുപ്പ് തന്നെയാണ്. അങ്ങനെ അതേ ഞാൻ ഇത് വീഡിയോ എടുത്തതാണ് കേട്ടോ. ക്യാമറ ഓൺ ആയിരുന്നില്ല. പിന്നെ നോക്കുമ്പോഴാണ് ഇത് ഓഫായിട്ട് കിടന്നിരുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എടുത്തു കേട്ടോ. ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ഒരു 4-5 ചുവന്നുള്ളി എടുത്തു. ഇത്തിരി പെരിഞ്ചീരകവും ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തതാണ് കേട്ടോ. ഇത്തിരി സിർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് മറന്നു. എന്നിട്ട് അത് നല്ലതുപോലെ നമ്മുടെ നല്ല വരഞ്ഞ് വെച്ചിട്ടുള്ള മീനിലേക്ക് അതിൻ്റെ ആ ഗ്യാപ്പിലേക്കൊക്കെ ഇങ്ങനെ കടത്തി വെച്ചിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം നമ്മുടെ വീഡിയോയിൽ വറക്കണത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വാലിൽ പീസ് എടുത്തിട്ട് വറക്കുന്നുണ്ട്. പിന്നെ ഒന്നും ഞാൻ വറുത്തില്ല കേട്ടോ, ഒക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ നല്ലതുപോലെ കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് അവിടേക്ക് മാറ്റി വെച്ചു. അപ്പോഴേക്കും ഞാൻ നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കറിയിലേക്കുള്ളത് പാല് പിഴിയാന്ന് വിചാരിച്ചിട്ട് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ മീൻ വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഉപ്പും മുളക് പുരട്ടിയിട്ട് കായം പുരട്ടി വെച്ച മീൻ ഇതേ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിന്ന് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് വറുത്തെടുക്കാമല്ലോ, എളുപ്പമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നാളേക്കും ഇനിയിപ്പോൾ മറ്റന്നാളേക്കും ഉണ്ടാവും തോന്നുന്നു. മക്കളൊക്കെ ഇപ്പോൾ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കിച്ചുമോ മീനൊക്കെ എല്ലാവരും ചീത്ത പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി. എല്ലാ ഭക്ഷണവും കഴിക്കണ്ടേ. ഇന്ന് അച്ചുമോള് ട്യൂഷന് പോവാത്ത കാരണം കൊണ്ടല്ല, ഇല്ലാത്ത കാരണം കൊണ്ട് എല്ലായിടത്തും അടിച്ചു വരലും പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടലൊക്കെ അവൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് കൊണ്ടുവയ്ക്കുക, അങ്ങനെയുള്ളതൊക്കെ അവൾ ചെയ്യും കേട്ടോ. പിന്നെ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മടക്കി വയ്ക്കുക. ഇപ്പോൾ ആ വക പണികളൊക്കെ അവൾ ചെയ്തോളും. അങ്ങനെ ഇത് നമ്മുടെ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതിൻ്റെയൊക്കെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് ഒപ്പം തന്നെ ഒന്ന് തുടച്ചിട്ട് വെറുതെ ഒന്ന് നല്ലൊരു തുണി കൊണ്ട് തുടച്ചിട്ട് അങ്ങോട്ട് കയറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ വല്ലാണ്ട് അതുമ്മ ചെളിയൊന്നും ആവില്ല പാത്രങ്ങളുടെ മേലെയൊന്നും. അപ്പോഴേക്കും ഇതാ ഒരു ലോഡ് പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കറി അവിടെ നിന്ന് തിളയ്ക്കുമല്ലോ. അപ്പോൾ പിന്നെ പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴേക്കും കറിയൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മൾ പാലൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം രണ്ടാം പാലും പിന്നെ ഒന്നാം പാലൊക്കെ ഒഴിച്ച് ചെറുന്നനെ തളയൊക്കെ വന്നപ്പോൾ ഇറക്കി അടുക്കളയിൽ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചു. ഇനി ഇത് കുറച്ച് പാല് പിഴിഞ്ഞ പാത്രവും പിന്നെ പാൽപാത്രമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൂടി കഴുകി വെച്ചിട്ട് പിന്നെ അടുക്കളയൊക്കെ ഒന്നും കൂടി തുടയ്ക്കണം, കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കണം, പിന്നെ താഴെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിടണം. അതൊക്കെയാണ് കേട്ടോ ഇന്ന് ചെയ്യണത്. തുടയ്ക്കില്ല, ഇനിയിപ്പോൾ വൈകിട്ടാവും ചെയ്യുന്നുണ്ടാവുള്ളൂ. അച്ചുമോളുടെ പാൻറ്റ് തയ്ക്കാനായിട്ടിരിക്കണം. ഇനിയിപ്പോൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് എന്നും ഇതൊക്കെ തന്നെയായിരിക്കില്ലേ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, മടുപ്പൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആണ് നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം. അപ്പോൾ എല്ലാവരും മറക്കാതെ പറ്റുന്നവരൊക്കെ ഒന്ന് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഇനി ഉള്ളി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി കാച്ചാനായിട്ട് ഉള്ളി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് അരിയണം. പിന്നെ ഒരു മീൻ വറക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം തന്നെ വറക്കണുള്ളൂ, പപ്പടമുള്ള കാരണം കൊണ്ട് മക്കൾക്ക് അതാവും ഒന്നുകൂടി ഇഷ്ടം. പിന്നെ രാത്രി ആകുമ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ ഞാൻ നമ്മുടെ കറി കാച്ചാനായിട്ടുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട്. അപ്പോഴേക്കും ചാച്ചിക്കുട്ടിക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ എന്തായാലും ഇന്ന് അതും കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിന് തന്നെയായിരിക്കും വാശി പിടിച്ചിട്ട് ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കണം. അപ്പോൾ അതിനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും അവൾക്ക് ഒരു പോപ്കോൺ എന്തായാലും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചോളം ഉണ്ടല്ലോ, അങ്ങനെ വറുത്തെടുക്കാനുള്ള ചോളം മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ വെക്കേണ്ടത്. അല്ലെങ്കിൽ മുഴുവനായിട്ടും പൊട്ടി വരില്ല കേട്ടോ. അതിങ്ങനെ അങ്ങനെ വെക്കുമ്പോൾ എല്ലാതും പൊട്ടി വിരിഞ്ഞ് വരും. പിന്നെ അത് ഇങ്ങനെ ഒരു പൊട്ടൽ കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇത്തിരി കനമുള്ള മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കുക. അത് ഇങ്ങനെ പൊട്ടി തെറിക്കുമ്പോൾ കനം കുറഞ്ഞ മൂടിയാണെങ്കിൽ അതും തെറിച്ച് കൂട്ടാ. അപ്പോൾ അത് അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഇത്തിരി കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമ്മുടെ പോപ്കോൺ നല്ല അടിപൊളി പോപ്കോൺ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ മക്കൾക്ക് അതൊക്കെ കൊടുത്ത് അവരതവിടെ കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.